നമസ്തേ. എൻ്റെ പല ചിന്തകളെയും അവർ ചോർത്തിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചിന്തകൾ എന്നിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ സുഹൃത്തിനാണെങ്കിലും സമാനമായിട്ടുള്ള അനുഭവമുണ്ട്. ആശുപത്രിയിൽ കോമയിലായിരിക്കുന്ന സമയത്ത് അവൻ അറിയാതെ അവൻ്റെ ബ്രെയിനിൽ ഒരു ചെറിയ ചിപ്പ് ഘടിപ്പിക്കുകയും അതിലൂടെ സിഗ്നൽ കൊടുക്കുന്നത് വഴി അവൻ്റെ പല കാര്യങ്ങളും അവർക്ക് നിയന്ത്രിക്കാനും അവൻ്റെ ചിന്തകളെ എടുക്കാനായിട്ടും അവർക്ക് സാധിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്? അവർ പരീക്ഷണം നടത്തുകയാണ്. കാരണം അവർക്ക് ഈ പരീക്ഷണം മറ്റു മനുഷ്യരിലേക്കും വ്യാപിപ്പിക്കണം. പരീക്ഷണം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അവർ വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവരെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ്. അവർ വിചാരിക്കുന്ന സാധനങ്ങൾ ആളുകൾ മേടിക്കും, അല്ലെങ്കിൽ ആളുകൾക്ക് അവർ വിൽക്കുന്ന സാധനങ്ങൾ മേടിക്കാനായിട്ട് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയാണ്. അങ്ങനെ അവർക്ക് കച്ചവടമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയി ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരിലേക്കും ഈ കാര്യങ്ങൾ വ്യാപിപ്പിച്ചതിന് ശേഷം വൈബ്രേഷൻസും റേഡിയേഷൻസും ഉപയോഗിച്ച് മറ്റുള്ളവരുടെ തലച്ചോറിനെ നിയന്ത്രിച്ചുകൊണ്ട് ലോകത്തിനെ അവർക്ക് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുകയാണ്. ഭൂമിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഏലിയൻസ് അവരെ സഹായിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അത്യാധുനിക ടെക്നോളജികൾ നിർമ്മിക്കുവാനായിട്ട്. പണ്ട് കാലത്തായിരുന്നെങ്കിൽ ഇവർ പൈശാചിക ശക്തികളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പല രീതിയിലുള്ള മന്ത്രവാദങ്ങളും മറ്റും ചെയ്തുകൊണ്ട് ആളുകളെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ശക്തികൾ മറ്റുള്ളവരുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ പ്രേതബാധ പോലെ കയറിയിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയ അവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈവിൾ സ്പിരിറ്റ് തലയിൽ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് ട്രഫിനേഷൻ പോലുള്ള സംവിധാനങ്ങളിലൂടെ തലയോട്ടിയിൽ ഓട്ടയിടുന്നതായിട്ടുള്ള ചരിത്രങ്ങൾ, മനഃശാസ്ത്രത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ആ കാലത്ത് തന്നെ ആളുകൾ മനസ്സിലാക്കിയിരുന്നു തലച്ചോറാണ് എല്ലാത്തിന്റെയും നിയന്ത്രണം എന്നുള്ളത്. അപ്പൊ ഈ തലച്ചോറിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലച്ചോറിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് മറ്റുള്ളവരെയൊക്കെ ജസ്റ്റ് പപ്പൻസ് ആക്കിക്കൊണ്ട് സകല കാര്യങ്ങളും നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈവിൾ സ്പിരിറ്റിനെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ട്രഫിനേഷൻ ചെയ്തത്, അല്ലെങ്കിൽ തലയോട്ടിൽ സുഷിരം ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ഈവിൾ സ്പിരിറ്റ് ഇറങ്ങിപ്പോവും, കുറച്ച് നാൾ കഴിയുമ്പോൾ മനുഷ്യന്റെ സ്പിരിറ്റും ഇറങ്ങിപ്പോവും. അപ്പോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള സൈൻ ആൻഡ് സിംറ്റംസ് ആളുകൾ ഷെയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരാൾ മാത്രമല്ല, പല ആളുകൾ ഷെയർ ചെയ്യുകയാണ്. മലയാളത്തിൽ അതിപ്പോൾ കണ്ടുവരുന്നതേ ഉള്ളൂ. ഷെയർഡ് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത്. ഇതൊരു മാനസിക അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഡെല്യൂഷൻ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇല്ലാത്ത സംഗതി ഉണ്ടെന്നുള്ള വിശ്വാസം. പല രീതിയിലുള്ള ഡെല്യൂഷൻസ് ഉണ്ട്. തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്. അതായത് എൻ്റെ ചിന്തകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലെ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുകയും മറ്റുള്ളവർ അത് ആക്സസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥ. തോട്ട് ഇൻസേർഷൻ ഉണ്ട്. എൻ്റെ ചിന്തയിലേക്ക് അവരുടേതായിട്ടുള്ള ഇന്റൻഷൻസ്, എൻ്റെ വാല്യൂസിന് എതിരാണെങ്കിൽ പോലും അത് ഇൻസേർട്ട് ചെയ്യിച്ചിട്ട് അവർക്ക് വേണ്ടതുപോലുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചെടുക്കുന്നതായിട്ടുള്ള അവസ്ഥ. ഇതൊക്കെ മാനസിക പ്രശ്നങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ്. സ്കീസോഫ്രീനിയയിൽ നമുക്ക് പ്രധാനമായിട്ടും ഡെല്യൂഷൻസ് സ്കീസോഫ്രീനിയുടെ ഒരു ലക്ഷണമാണ്. ഇതുണ്ടെന്നുകൊണ്ട് സ്കീസോഫ്രീനിയ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. DSM അല്ലെങ്കിൽ ICD-യിൽ പറയുന്നതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു മനഃശാസ്ത്രജ്ഞന് മാത്രമാണ് അത് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ അടങ്ങുന്ന ഒരു ടീമാണ് ഒരാൾക്ക് മാനസിക രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക. പക്ഷെ അവരുടെ രോഗനിർണയ മാനുവലുകൾക്ക് അതീതമായിട്ട് പുതിയ രീതിയിൽ മാനസിക രോഗങ്ങളിലും പരിണാമം സംഭവിക്കുകയാണ്. മനുഷ്യനിൽ പരിണാമം സംഭവിച്ചു. പണ്ട് പ്രേതഭൂത വിശാചുക്കളായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് എന്ന് വിശ്വസിച്ചെങ്കിൽ ഇന്ന് ഏലിയൻസും ഗൂഢസംഘങ്ങളുമാണ്. അതായത് പ്രേതത്തിനും ഭൂതത്തിനും ചെകുത്താനും ഒക്കെ പകരം ഏലിയൻസ് വന്നു. മന്ത്രവാദികൾക്ക് പകരം നിഗൂഢ സംഘങ്ങളായി, ഇല്ലുമിനേറ്റുകളായി. അപ്പൊ ഇവരൊക്കെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തി മനുഷ്യന്റെ അങ്ങേയറ്റത്തെത്തി. ഏലിയൻസ് ആണെങ്കിൽ ഉടനെ ലാൻഡ് ചെയ്യുന്ന പോലുള്ള വാർത്തകൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള ചുറ്റുപാടിൽ നിന്ന് നോക്കുന്ന സമയത്ത് കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്ത് നടുവൊടിയുന്ന അവസ്ഥയിൽ, ഒരുപാട് സ്ട്രെസ് ലോങ് ടൈമിൽ അനുഭവിക്കുന്ന സമയത്ത്, ഒരുപാട് ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഐസൊലേഷൻ ഉണ്ടാകുന്നതായിട്ടുള്ള സമയത്തൊക്കെ മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാരുടെയും കുറ്റം കൊണ്ടല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജലദോഷവും പനിയും വരാം. അതുപോലെ തന്നെയാണ് ഏതൊരു മാനസിക പ്രശ്നവും. അത് സ്കീസോഫ്രീനിയ കംപ്ലീറ്റ് ആയിട്ട് വന്നില്ലെങ്കിലും ചില സൈൻ ആൻഡ് സിംറ്റംസ് ചിലരിൽ ഒരു ഡെല്യൂഷണൽ ഡിസോർഡർ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് അവരുടെ ജീവിതത്തിനെയും അവരുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിനെയും സാരമായി ബാധിക്കുമ്പോഴാണ് ആൾക്കാർ ഇറങ്ങി പുറപ്പെടുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുവാനായിട്ട്. ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നില്ല, അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചുറ്റുമുള്ളവർക്കും വലിയ ഇഷ്യൂ ഇല്ല, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു നടക്കുന്നേ ഉള്ളെങ്കിൽ അതിനെ ഒരു പ്രത്യേക രീതിയിൽ ആളുകൾക്ക് പ്രശ്നമായിട്ട് വരാത്ത സ്ഥിതിക്ക് അത് അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് അത് അനുഭവിക്കുന്ന വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയും കൂടിയാണ്. ഒരു കുടുംബത്തിലെ ഡൊമിനേറ്റിംഗ് ഫിഗർ ആയിട്ടുള്ള അച്ഛനോ അമ്മയ്ക്കോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുട്ടികളും ഈ ഷെയർഡ് സൈക്കോസിസ് അല്ലെങ്കിൽ ഫോളി അഡ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ, മാഡ്നസ് ഓഫ് ടു, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത്തരത്തിലുള്ള മിഥ്യകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അപ്പൊ ആളുകൾ അതിൽ വിശ്വസിച്ചു പോകും എന്നുള്ളതാണ്. ആരാണെങ്കിലും വിശ്വസിച്ചു പോകും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്ന സമയത്ത് കുറെയൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും. കോൺസ്പിറസി തിയറി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെ പണ്ടൊക്കെ വീഡിയോകളിൽ ചിലതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ലോകത്തിൽ ഏറ്റവും ധനാഢ്യന്മാരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ ധനത്തെ എന്നും നിലനിർത്താനായിട്ട് ശ്രമിക്കും. അവരുടേതായിട്ടുള്ള വരും തലമുറകൾ എന്നും രാജാക്കന്മാരായിട്ട് കഴിയണമെന്ന് അവർ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കും. ചിരഞ്ജീവിയാകാനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത്തരത്തിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ചിന്തകളൊക്കെ ആളുകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന അത്രയും രീതിയിൽ ഈ പറയുന്ന ഗൂഢസംഘങ്ങളൊന്നും നമ്മുടെ ഇവിടെ വളർന്നിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ നിലനിൽക്കാനായിട്ട് നമ്മുടെ ഭൂമിയുടെ അവസ്ഥ വെച്ചിട്ട്, രാജ്യങ്ങളുടെ അവസ്ഥ വെച്ചിട്ട്, നമ്മുടെ ജനതയുടെ വേരിയേഷൻസ് വെച്ചിട്ടൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ബ്രെയിനിന്റെ ഒരു ഭാഗത്ത് ഒരു ചിപ്പ് ഘടിപ്പിച്ചു എന്ന് കരുതി ഓൾ ബ്രെയിനിലെ തോട്ട്സ് എടുക്കാനോ അങ്ങോട്ട് കൊടുക്കാനായിട്ടോ സാധിക്കുകയില്ല. അതിനൊന്നും നമ്മൾ ഇതുവരെ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. ഭാവിയിൽ വളരുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തു തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ അവസരങ്ങൾ വരുന്ന സമയത്ത് അവർ പല രീതിയിൽ കൺവിൻസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമുക്കതിനെ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ശരിയായിട്ടുള്ള ചികിത്സ അവർക്ക് ലഭിക്കുകയും അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ അത് ഭേദമാക്കാൻ വിഷമമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇത്രയും കേട്ട് കഴിഞ്ഞ സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. കാരണം ഈ പറയുന്ന മനഃശാസ്ത്ര മേഖലയും ഗവൺമെന്റും ഒക്കെ ഈ ഗൂഢസംഘത്തിന്റെ കൂടെയാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ അത്താണിയായിട്ടുള്ളത്? അതിനു മുകളിൽ പിന്നെ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തിലുള്ള വിശ്വാസം കുറെയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ മനുഷ്യൻ ഇങ്ങനെ ഓവർ തിങ്കിങ്ങിലേക്ക് പോയിട്ട് അതിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ലോകത്തിന്റെ ഈ ഒരു സ്ട്രക്ചർ അനുസരിച്ച്. അപ്പൊ നമ്മൾ സയന്റിഫിക് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും വളരെ അൺസയന്റിഫിക് ആയിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ എക്സിസ്റ്റൻഷ്യൽ വാക്വം അനുഭവിക്കുകയാണ്. അവന് അടിമയായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന മനസ്ഥിതിയിലാണ് ഭൂരിപക്ഷം ആളുകളും ജോലി ചെയ്യുന്നത്. തന്റെ ജോലിയിൽ എത്ര പേരാണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ന്യൂനപക്ഷമേ ഉണ്ടാവുകയുള്ളൂ. എക്സിസ്റ്റൻഷ്യൽ വാക്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ മനുഷ്യന് ഇതുകൊണ്ട് കൈവരികയാണ്. ഞാൻ എന്തിനായിരിക്കുന്നു? അടിമയായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒന്നും ആസ്വദിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിൽ ഞാൻ പല രീതിയിലുള്ള ആശയങ്ങളും ചിന്തകളും ഡെല്യൂഷൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പൊ മനുഷ്യൻ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഫോക്കസ് ചെയ്യുക. സ്വന്തം ഇഷ്ടപ്പെട്ട ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കർമ്മത്തിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറിപ്പോകും എന്നുള്ളതാണ്. ബൈബിളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോവർബ്സിൽ 4:25 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ കണ്ണുകൾ നേരെ നോക്കട്ടെ, നിന്റെ കണ്ണുകൾ ചൊവ്വേ മുമ്പോട്ട് മിഴിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് മുന്നോട്ട് നോക്കുക, ഫോക്കസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കോൺഷ്യസ് ഇന്റൻഷനോട് കൂടിയിട്ടുള്ള ആക്ഷൻസ്. അപ്പൊ നമുക്കൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്കതിനോട് ഇഷ്ടം വേണം. നമുക്ക് ഇഷ്ടമില്ലാത്ത സിനിമ നമ്മൾ എത്ര നേരം കാണും? നമുക്ക് ഇങ്ങോട്ട് പൈസ തരാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ചിലപ്പോൾ കാണില്ല. അപ്പൊ നമ്മുടെ കർമ്മം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം, നമ്മുടെ ഈ ശരീരം സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രെയിൻ ഈ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ എനർജീസും നമ്മുടെ സബ്റ്റിൽ ബോഡിയും ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മുടെ ആത്മാവിനെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളതായിട്ടുള്ള പർപ്പസ് എന്താണെന്നുള്ളത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് മനുഷ്യൻ ഇങ്ങനത്തെ കുറേ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറിപ്പോകാൻ പറ്റും. കണ്ണുകൾ നേരെയാക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത അവസ്ഥയിൽ നേരെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധിക്കും. ഈ പ്രോവർബ്സിൽ തന്നെ പിന്നെയും മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, നിന്റെ പാതകൾ നിരപ്പുള്ളത് അല്ലെങ്കിൽ നേരെയുള്ളതായിരിക്കട്ടെ, നേരെയുള്ള വഴിയിൽ പോവുക, ഇടത്തോട്ടും വലത്തോട്ടും പോവാതിരിക്കുക. എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സ്ട്രീമിസ്റ്റ് ആവാതിരിക്കുക. മിഡിൽ പാത്ത് ഈസ് ദ ഗോൾഡൻ പാത്ത്. മിഡിൽ പാത്തിൽ കൂടെ പോവുക. ബൈബിളിൽ മാത്രമല്ല, മറ്റ് പല റിലീജിയസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ടെക്സ്റ്റുകളിലൂടെയും സേക്രഡ് സ്ക്രിപ്റ്റേഴ്സിൽ കൂടെയും പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വലിയ മെസ്സേജുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ എല്ലാ കാലത്തിനെയും അതിജീവിച്ചുകൊണ്ട് മനുഷ്യന് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഏത് കാലത്തും ഇതിനൊക്കെ വാലിഡിറ്റി ഉണ്ട്. ആ രീതിയിൽ മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ ഒരു സ്നേഹമുള്ള അന്തരീക്ഷം, സന്തോഷമുള്ള അന്തരീക്ഷം, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അവസ്ഥയിൽ അവന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമതായിട്ട് ഇതിൽ പറയുന്ന ഈ ഗ്രന്ഥങ്ങളിലൂടെ പോകുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. സ്ഥിരമായിട്ടുള്ള സ്ഥിരോത്സാഹത്തോടു കൂടി നടക്കുന്ന വഴിയിൽ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുക. ഹാബിറ്റ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ കർമ്മം കണ്ടെത്തി ഫോക്കസ്ഡ് ആയിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ഇന്റൻഷനോട് കൂടി അത് ചെയ്യുന്ന സമയത്ത്, ഹാബിറ്റ് ആയിട്ട് അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിജയത്തിലേക്ക് പോകുമെന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കർമ്മം ചെയ്യുന്ന സമയത്ത് സമയത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതും ഒരു ഭാഗ്യമാണ്. ഒരു ആർട്ടിസ്റ്റ് ചിത്രം വരയ്ക്കുമ്പോൾ, ഒരു കഥാകാരൻ കഥ എഴുതുന്ന സമയത്ത്, കവിത എഴുതുന്ന സമയത്തൊക്കെ നമുക്കൊരു സ്പെസിഫിക് ടൈം ആയിട്ടുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ കിട്ടുവാണെങ്കിൽ അത് പരീക്ഷ എഴുതുന്ന പോലെ ആയിപ്പോകും. അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു നാച്ചുറൽ ഫ്ലോ അവിടെ സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മൾ സമയമുണ്ട്, ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സമയമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ് പ്രശ്നം. അപ്പൊ സമയം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെ മാറ്റിയിട്ട് നിങ്ങൾ കർമ്മത്തിൽ മുഴുകുക എന്നുള്ളതാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഫോക്കസും അതുപോലെ തന്നെ സമയത്തിനെ മറന്നുകൊണ്ട് നിങ്ങളുടെ ഭാവനയെ സ്വതന്ത്രമാക്കി വിട്ടുകൊണ്ട്, ഡേ ഡ്രീം കണ്ടുകൊണ്ട്, ഇമാജിനേഷനെ അലയാനായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങളെ കൊടുക്കുകയാണ്.
സൃഷ്ടികർമ്മത്തിലേക്ക് പോകാനായിട്ട് നമ്മുടെ മനസ്സ് ഒരുങ്ങുകയാണ്. നമ്മൾ അഫർമേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ കൊടുക്കുകയാണ്. നമ്മളെ കൊണ്ട് ഇത് സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ്. നമ്മൾക്ക് എത്തേണ്ടതായിട്ടുള്ള അവസ്ഥകളെ കുറിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ്. നമ്മൾ ജേണൽസിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആശയങ്ങൾ എഴുതി വെക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റീവ് ആയുള്ള ആശയങ്ങൾ ഉദിക്കാം. ആ ഒരു അവസ്ഥയെ നമ്മൾ എംബ്രേസ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഒരു ആഹാ മൊമെന്റിൽ കൂടെ നമുക്ക് ആശയങ്ങൾ ലഭിക്കുകയും പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. ഇതെല്ലാം എഫേർട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ മനുഷ്യൻ എക്സിസ്റ്റൻഷ്യൽ വാക്വത്തിന് പകരം ഇത്തരത്തിലുള്ള വഴിയിലൂടെ നടക്കുന്ന സമയത്ത് വിജയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ പ്രായത്തിന്റെയും ജെൻഡറിന്റെയും ഒക്കെ അപ്പുറത്തേക്ക് നമ്മുടെ കർമ്മം എന്താണെന്നുള്ള അന്വേഷണം നമ്മൾ ഏത് പ്രായത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ കർമ്മത്തിൽ ഫോക്കസ് ചെയ്ത് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചിന്തേനെ നിയന്ത്രിക്കാനും ആരും വരില്ല, അവരുടെ ചിന്ത ഇങ്ങോട്ട് തരാനായിട്ടും ആരും വരില്ല. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുവാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഫോക്കസ് ഓൺ യുവർ കർമ്മ, മൂവ് ഫോർവേഡ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിൾ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്കും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു എന്നുള്ള അവസരത്തിൽ ആത്മീയത മുറുകെ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് പലതിനെയും കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതുമായിട്ടുള്ള ഒരു സന്ദേശം നൽകുവാനായിട്ടാണ് പ്രപഞ്ചം ഈ വീഡിയോയിലൂടെ എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ വെളിച്ചം മറ്റുള്ളവരിലേക്കും പകരുക, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. നമസ്തേ.